ദൈവമായിട്ടിട്ട ആയുസ്സ് ദൈവം തന്നെ എടുക്കണമല്ലേ. നമ്മളെന്ത് പ്രതിസന്ധികൾ വന്നാലും എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് നമ്മൾ പകുതിക്ക് വെച്ച് നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് പോകാതെ ദൈവം എപ്പോഴാണോ നമ്മളെ മുകളിലേക്ക് വിളിക്കുക ആ ഒരു സമയത്ത് മാത്രം നമ്മുടെ ശരീരം ഉപേക്ഷിച്ച് നമുക്ക് നമ്മുടെ ആത്മാവുമായിട്ട് നമുക്കങ്ങ് പോകാം അല്ലേ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. രേഷ്മയാണ് കേട്ടോ. ഞാനിങ്ങനെ പറയാൻ കാരണമുണ്ട്, ഞാൻ പറയാം, പിന്നാലെ പറഞ്ഞു വരാം. അപ്പം ഇന്ന് ഒരുപാട് ലേറ്റായിട്ടാണ് എണീറ്റത്. ഒരുപാട് ലേറ്റായിട്ടല്ല, അടുക്കളയിൽ കയറിയത് ഒരുപാട് ലേറ്റായിട്ടാണ്. എണീറ്റത് എന്നും കറക്റ്റ് സമയത്ത് എണീറ്റു. ആകപ്പാടെ ഒരു വല്ലാത്തൊരു ദിവസമായിരുന്നെന്ന് തന്നെ പറയാം ഇന്നലെ മുതലേ. അതിൻ്റെ കാരണങ്ങൾ ഞാൻ പുറകാലെ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അടുക്കളയിൽ കയറി. നമുക്കിന്ന് രാവിലെ ദോശയും കടലക്കറിയാണ് കേട്ടോ. അപ്പോൾ അതിനുള്ള ഉള്ളിയാണ് ഞാനവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞുള്ളിയാണ് പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് ആകപ്പാടെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരു ദിവസം. ഒന്നാമതെ എനിക്ക് നല്ല തലവേദന, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്കൂടെ വേറെ ഓരോ സാഡ് ന്യൂസുകളും ഇങ്ങനെ കേട്ടപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മൂഡ് ഒന്നും കൂടി അങ്ങ് മൂഡ് ഓഫായി. അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ വ്ളോഗും ഒരു കുഞ്ഞു വീഡിയോ മാത്രമാണ്. എൻ്റെ വിശേഷങ്ങളൊന്നും അധികമായിട്ടില്ല. കുറച്ച് ഒരു 10-15 മിനിറ്റ് നേരത്തേക്കുള്ളൊരു വിശേഷങ്ങൾ മാത്രമാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞുള്ളിയൊക്കെ നമ്മൾ പൊളിച്ച് ഒരു 2-3 വെള്ളമൊക്കെ കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കടലക്കറി വെക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എല്ലാവരും ഇതേ കണക്കൊക്കെ തന്നെ ആയിരിക്കും വെക്കുന്നത്. എങ്കിലും ഞാൻ പറയാം, ഇത് നമ്മുടെ കടല നമ്മൾ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിങ്ങനെ കുതിരാനിട്ടതാണ്. അല്ലെങ്കിൽ ഇത് വെന്ത് വരാൻ ഇച്ചിരി പാടല്ലേ. അപ്പോൾ അതുകൊണ്ട് വെള്ളത്തിൽ കുതിർന്ന് നല്ല ഉണ്ടപ്പന്മാരായിട്ടിരിക്കുന്ന നമ്മുടെ കടലയിൽ 2-3 വെള്ളം കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് നമ്മൾ കഴുകി മാറ്റി നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. എനിക്ക് ആകപ്പാടെ ഒരു വല്ലാത്ത ഒരു ദിവസമായിരുന്നു ഇന്ന് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. എൻ്റെ വോയിസിൽ എന്തെങ്കിലും ഒരു ഇതായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതും കൂടി ക്ഷമിക്കണം കേട്ടോ. അന്നേരം നമ്മുടെ കടലയൊക്കെ നമ്മൾ കഴുകി കുക്കറിനകത്ത് ഇട്ടിട്ട് നമ്മുടെ ആ പൊളിച്ച് വെച്ചേക്കുന്ന കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അത് നമുക്കിങ്ങനെ അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. അരിഞ്ഞിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ഇട്ട് കൊടുക്കും. പിന്നെ ഇഞ്ചി ഇങ്ങനെ അരിഞ്ഞ് ഉണങ്ങി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും കേടാവാതിരിക്കുമല്ലോ. അപ്പം അങ്ങനെ അതും ഇട്ട് കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളവും വെച്ച് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടാണ് വേവിക്കുന്നത്. എന്നിട്ട് കുക്കറിനകത്ത് അവിടെ ഇരുന്നിട്ട് വെന്ത് കഴിയുമ്പോഴത്തേക്കിനും ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുമ്പോൾ ആ കടുക് പൊട്ടിച്ച എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ മുളക് പൊടി, ഉലുവാപ്പൊടി, ഞാൻ എന്തായും പറയുന്നത്, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്രയും കൂടി ഇട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഈ വെന്തിരിക്കുന്ന കടല നമ്മൾ വെള്ളത്തോടെ ഒഴിച്ചു കൊടുക്കും. അതിന് മുമ്പായിട്ട് ഒരു കുറച്ച് കടല, ഒരു പിടുത്തം കടല എടുത്ത് നമ്മൾ മിക്സിക്കകത്തിട്ടൊന്ന് അരച്ച് നല്ല വെണ്ണ പൂണക്ക് അരച്ച് നമ്മുടെ ഈ കടലക്കറിക്കകത്തോട്ട് ഒഴിക്കുകയെന്നുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ടുള്ള കടലാക്രമണം പോലല്ലാത്ത കടലക്കറി നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഞാൻ കടലക്കറി വെക്കുന്ന രീതി ഇങ്ങനെയാണ്. അപ്പം പിന്നെ നമ്മുടെ കടല അവിടെ ഇരുന്ന് വേവട്ടെ. എന്തായാലും കടലക്കറി വെക്കുന്ന ആ ഒരു രീതി ഞാൻ മുന്നേ തന്നെ റെസിപ്പി എല്ലാം പറഞ്ഞല്ലോ. എന്നാൽ അങ്ങനെ നീണ്ട ഒരു രീതിയിലുള്ള റെസിപ്പി ആയിട്ടൊന്നും കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞത് എങ്ങനെയാണ് ഞാൻ വെക്കുന്നതെന്ന്. പിന്നെ നമുക്ക് ദോശയ്ക്കുള്ള തയ്യാറെടുപ്പാണ്. ദോശമാവ് നേരത്തെ തന്നെ അരച്ചൊക്കെ വെച്ചേക്കുന്നുണ്ട്. അത് നന്നായിട്ട് പുളിച്ചിരിക്കുകയാണ്. പിന്നെ അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് കലക്കിയിട്ട് നമ്മുടെ ദോശക്കല്ല് തവ ചൂടായൊന്ന് നോക്കിയതാട്ടോ. എന്നിട്ട് നമുക്ക് ഓരോരോ ദോശകളായിട്ട് ചുട്ടെടുക്കാം. പിന്നെ ഇന്നത്തെ എൻ്റെ ഈ ഒരു വിഷമത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, എല്ലാ കുട്ടികൾക്കും ഈ പഠിപ്പിൻ്റെ കാരണത്താൽ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ അല്ലേ. ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് പോയിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, അത് പിന്നെ ആയാലും നമുക്ക് എഴുതിയെടുക്കാം. അത് ഫസ്റ്റ് തന്നെ കിട്ടിയില്ല എന്നുള്ളൊരു വിഷമത്തിൽ നമ്മളുടെ ജീവൻ എടുക്കുന്നത് അത് ശരിയായ ഒരു പ്രവണതയല്ലല്ലോ. ഇന്ന് അണ്ണൻ ജോലിക്ക് പോയിട്ടില്ല. കാരണം അത്രയ്ക്കൊരു വിഷമമായിട്ടുള്ള വാർത്ത അറിഞ്ഞിട്ടുകൊണ്ട് തന്നെയാണ് അണ്ണൻ ജോലി ചെയ്യുന്ന മുതലാളിയുടെ ചേട്ടൻ്റെ മോൾ ഇതേപോലെ അതിനെന്തോ പഠിത്തത്തിൻ്റെ ആ ഒരു എവിടെയോ എന്തോ 1-2 മാർക്ക് കുറഞ്ഞതിൻ്റെ പേരിൽ അതിൻ്റെ ജീവൻ ഒടുക്കി. അപ്പോൾ അത് എങ്ങനെയാണെന്നൊന്നും ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിലേ ഞങ്ങൾ ഈ ഒരു കാര്യം അറിഞ്ഞു. അന്നേരം മുതൽ നമ്മൾ ആകപ്പാടെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുകയാണ്. അണ്ണൻ രാത്രിയിലെല്ലാം അവിടെ ആയിരുന്നു. പിന്നെ ഇന്ന് നേരം വെളുത്തും അവിടെ പോയേക്കാണ് ആൾ. ആകപ്പാടെ എല്ലാവരും ഞങ്ങൾ അറിഞ്ഞപ്പം മുതൽ ഒരു ഭയങ്കര വിഷമത്തിലിരിക്കുകയാണ്. കാരണം ഒരിക്കലും ആരും ഇങ്ങനെയൊന്നും ചെയ്യരുത്. ഒരു കുട്ടികളും എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് പഠിക്കുന്നത്. എല്ലാ അച്ഛനമ്മമാരും വഴക്ക് പറയുക, അല്ലെ ടീച്ചർ വഴക്ക് പറയുക എന്നുള്ള ഒരു പേടി കാരണത്താലാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളൊന്ന് തോറ്റെന്നും പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും നമുക്ക് പരിശ്രമിച്ചൂടെ.
ഒരു എന്താണ് ഈ എന്താണ് പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പറയുന്നത് പോലെ നമുക്ക് വീണ്ടും പരിശ്രമിക്കാൻ ഇഷ്ടംപോലെ സമയം ദൈവം തരും. അപ്പോൾ എല്ലാം ഇത് എൻ്റെ വീഡിയോ കാണുന്ന കുഞ്ഞനിയന്മാരോ അനിയത്തിമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാരണങ്ങളാൽ വിഷമങ്ങളാൽ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്ജക്റ്റിന് മാർക്ക് കുറയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിൽ വെച്ചേക്കാതെ നിങ്ങളുടെ രക്ഷകർത്താവിൻ്റെ അടുത്ത് പറയുക. ചിലപ്പോൾ ഒന്ന് വഴക്ക് പറയായിരിക്കും, ചിലപ്പോൾ ഒരു അടി തരുമായിരിക്കും, അത് അവിടെ തീരും. പിന്നെ നമുക്ക് വീണ്ടും എഴുതിയെടുക്കാവുന്നേ. അപ്പം നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ ഇതായിരുന്നു എൻ്റെ വിഷമം. ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു മൂഡ് ഓഫ് ഇതാണ്. അപ്പം ഞാൻ ദോശയൊക്കെ ചുട്ടിട്ട് ദോശയും കടലക്കറിയും ഉണ്ടാക്കി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഇവന് വാരി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഇവൻ കൂടുതൽ ദോശ കഴിച്ചോളും. അല്ലെങ്കിൽ ഇവൻ അവിടെ ഫോണും കൊണ്ട് ഇത്രയും വളർന്നെങ്കിലും ഫോണിനകത്ത് നോക്കി കുത്തിപ്പിടിച്ചിരിക്കത്തേ ഉള്ളൂ. അങ്ങനെ ആഹാരമൊന്നും കഴിക്കത്തൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വാരി കൊടുക്കാനായിട്ടിരുന്നത്. അങ്ങനെ പിന്നെ അതിന് ശേഷം പിന്നെ എനിക്ക് 2-3 പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നല്ലോ. നമ്മുടെ ചോറും കറിയൊക്കെ പകർന്ന് വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ പാത്രം കഴുകലിലാണ്. എന്നിട്ടും ഞാൻ ഈ ഒരു അവസ്ഥയിൽ ഞാൻ വീഡിയോ എടുക്കാനും വീഡിയോ ഇടാനും കാരണം ഞാൻ ഇന്ന് എൻ്റെ ലൈവിൽ കയറിയവർക്കറിയാം, ഇന്ന് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എൻ്റെ ലൈവിൽ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവിൽ വന്നിട്ട് ചോദിച്ചു, ഇന്ന് എന്താ വീഡിയോ ഇടാത്തത്. ഒന്നാമത്തെ കാര്യം എൻ്റെ മൂഡ് ഓഫ്, എൻ്റെ ഫേസ് കണ്ടപ്പോൾ തന്നെ എൻ്റെ ഒരു സുഹൃത്ത്, നമ്മുടെ ലൈവിൽ വന്ന് ഞാൻ പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. ആ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ചോദിച്ചു എന്ത് പറ്റി മുഖമൊക്കെ വല്ലാതിരിക്കുന്നതെന്ന്. കാരണം നമ്മുടെ മനസ്സ്, നമ്മുടെ മുഖം മനസ്സിൻ്റെ കണ്ണാടിയാണെന്ന് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണല്ലേ. നമ്മുടെ മനസ്സിലൊരു വിഷമം തട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നന്നായിട്ട് എടുത്തറിയാൻ പറ്റുമെന്ന് പറയുന്നത് അത് ഒരുപാട് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ആ ഒരു ലൈവിലിരുന്ന് ഞാൻ കാര്യങ്ങൾ ഇന്നതാണ് കാര്യമെന്ന് പറഞ്ഞില്ല. കാരണം എനിക്ക് പറയാൻ തോന്നില്ല. അത്രയ്ക്കൊരു ഭയങ്കര ഒരു വിഷമം ഒരവസ്ഥയിലായിട്ടിരിക്കുകയായിരുന്നു. പിന്നെ എനിക്കാണെങ്കിൽ നല്ല തലവേദനയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാനങ്ങനെ വീഡിയോ എനിക്ക് പറ്റിയില്ലടോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഒരു കുഞ്ഞനുജത്തിയുടെ പ്രായമുള്ള ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരുടെ വീട്ടുകാരെത്ര സഹിക്കുന്നില്ല അല്ലേ? അവർക്ക് അത്രയ്ക്ക് വിഷമമല്ലേ. ഇപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്നില്ല, അപ്പോൾ അവർക്ക് എങ്ങനെയാണ്? അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോ ഇടാഞ്ഞത്. പിന്നെ ഇന്നത്തെ വീഡിയോ വളരെ കുഞ്ഞൊരു വീഡിയോയും കൂടിയാണ്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മൂഡ് വേറൊരു രീതി ആയിരുന്നത് കൊണ്ട് തന്നെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, കുറച്ചൊക്കെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ തന്നെ പാത്രം കഴുകവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ പെരയ്ക്കകം തൂത്തുവാരലും ഒക്കെയാണ്. അപ്പം പാർത്തമോന് ഇവിടെ ഇല്ല, അവൻ കളിക്കാൻ പോയേക്കാണ്. അണ്ണൻ ഇതുവരെയായിട്ടും അവിടെ പോയിട്ട് വന്നിട്ടില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനെ വരത്തുള്ളായിരിക്കും. അപ്പം ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങളും ഇന്നത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇതൊക്കെയാണ്. അപ്പം ഈ എൻ്റെ ചാനൽ കാണുന്നവർ, ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ തന്നെ ലൈക്ക് അടിക്കാൻ മറക്കല്ലേ. പിന്നെ നമ്മുടെ ലൈവ് എല്ലാ ദിവസവും 1 മണിക്കുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ഈ വോയിസ് ഓവർ കേൾക്കുമ്പോൾ, ഞാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ കേൾക്കുന്ന നാമം കേൾക്കുന്നത് നമ്മുടെ ഇവിടെ അമ്പലത്തിൽ ശിവപുരാണം നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാരായണം ആണ് ഈ കേൾക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാം കേട്ടോ. വ്ളോഗൊന്നും പറയാനൊക്കത്തില്ല, ഒരു കുഞ്ഞൊരു വീഡിയോ എന്ന് തന്നെ പറയാം, അവസാനിപ്പിക്കാം. നമ്മുടെ കുറുമ്പി വന്നിട്ടുണ്ട്. അവൾ ഇന്ന് വലിയ കുറുമ്പൊന്നും കാണിക്കാതൊക്കെ ഇരിക്കുകയാണ്, നല്ല കൊച്ചായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളടാ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് വീണ്ടും ലോങ് വീഡിയോ ആയിട്ട് വരാം. നല്ല വിശേഷങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ, ടാറ്റ.